നമ്മൾ ആദ്യം മലർന്ന് കിടക്കുക, റിലാക്സ്. എന്നിട്ട് കാൽ കുറച്ച് കൂട്ടി വയ്ക്കുക, ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് മേപ്പോട്ട് വയ്ക്കുക കൈ. എന്നിട്ട് നമ്മുടെ ഈ കാലിനെ നമ്മുടെ ബോഡിക്ക് പാരലായിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊണ്ട് നിർത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ കാലും ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ. ശ്രദ്ധിച്ചു പോകാം. ഈ സമയത്ത് ശ്വാസം പുറത്തേക്കാണ്. പറ്റുന്നുണ്ടെങ്കിൽ ഈ കൈ മടക്കി ഇവിടെ സപ്പോർട്ട് കൊടുക്കുക. കണ്ടോ? വേണമെങ്കിൽ ഇവിടെ തൊഴാം. ഇതാണ് ബലാസനം. ശ്വാസം ഉള്ളിലേക്ക് എടുത്തു, റിലാക്സ്. ശ്വാസോച്ഛ്വാസം നോർമലാവണം. എന്നിട്ടാണ് നമ്മൾ അടുത്ത ആസനത്തിലേക്ക് പോകുക. കണ്ണടച്ച് നമ്മുടെ ശരീരത്തിനെ നോക്കുക. നമ്മുടെ ഈ പൊസിഷനിലാവും നമുക്ക് കുറച്ചൊരു വലിവ് അനുഭവപ്പെടും. നമ്മുടെ നട്ടലിന് വലിവ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നട്ടലിന് ഒരു ഓഫ്സെറ്റാണ് നമ്മുടെ നട്ടലിൽ നടന്നിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് കിടക്കുന്നത് അല്ലേ, ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ചെസ്റ്റ് പൊസിഷനിലേക്ക് ഇങ്ങനെ കിടക്കുന്ന പൊസിഷൻ, ഇങ്ങനെ വന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ ഈ പൊസിഷനിലേക്ക് കിടക്കുന്ന ഒരു വലിവാണ് അവിടെ കൊടുക്കുന്നത്. അതാണ് ഈ ആസനത്തിൻ്റെ പ്രത്യേകത. റിലാക്സ്. ഇനി കമിഴ്ന്ന് കിടക്കുക. കമിഴ്ന്ന് കിടന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് ബെൻഡ് ചെയ്തതിനെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് പിടിച്ച് നിർത്തുക ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ട് ബെൻഡായി കഴിഞ്ഞിട്ട് അതേസമയം വീണ്ടും അതിനെ ഇങ്ങോട്ട് നിർത്തുമ്പോൾ അതിനെ നോർമലായി പിടിച്ചിട്ട് നിൽക്കുക. സാവധാനം കമിഴ്ന്ന് കിടക്കുക. ഈ കാല് മടക്കി, മറ്റേ കാല് മടക്കി, ശ്വാസം പുറത്തേക്ക് വിട്ട് നമ്മൾ ഈ രണ്ട് കാലിനെ ശക്തമായി പിന്നിലേക്ക് തള്ളുകയാണ്, രണ്ട് കാലുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക് നമ്മുടെ മുൻഭാഗം നീർന്നു വരും. നീരുമ്പോൾ പൂർണ്ണമായിട്ടും ശ്വാസം പുറത്തേക്ക് കളയണം നമ്മൾ. റിലാക്സ്. ഒരു ശലഭത്തിനെ പോലെ നമ്മൾ ഇങ്ങനെ നീർന്നു വരണം. അതുകൊണ്ട് നമുക്കതിനെ ശലഭാസനം എന്ന് പറയുന്നു. ആസനങ്ങളുടെ പേരിലല്ല കാര്യം. നമ്മൾ ഓരോ ബെൻഡ് വരുമ്പോഴും അതിൻ്റെ ഓപ്പോസിറ്റിലേക്ക് നോക്കിയാൽ മതി. നിങ്ങൾ പലരും പല ആസനങ്ങളെയും തിരിച്ചും മറിച്ചുമൊക്കെ പറയും. അതിലല്ല കാര്യം. നമ്മൾ ആ ബെൻഡ് മാറുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓപ്പോസിറ്റായിട്ട്. റിലാക്സ്. വീണ്ടും നമ്മൾ മറന്നു വരിക. എന്നിട്ട് നമ്മൾ നേരത്തെ പൊന്തിയില്ലേ, കൈ മേപ്പിട്ട് വയ്ക്കുക, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് കാലിൻ്റെ ഇത്തിരി പോർഷൻ പൊന്തിച്ചിട്ട് അരക്കെട്ടിൽ നമ്മൾ കൈ ഇടുപ്പിൽ കുത്തിയിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത്. നോക്കിക്കോളൂ. ഇതിനെ വിപരീത കരണി എന്ന് പറയും. കണ്ടോ? ഒരാംഗിൾ പോലെ നമ്മുടെ കൈ ഇവിടെ നിൽക്കുകയാണ് ഈ ഇടുപ്പിൽ. എന്നിട്ട് കാലിങ്ങനെ ഉയർന്ന് നിൽക്കണം. സാവധാനം. ഇത് ആമാശയത്തിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നതാണ്. കിഡ്നി സ്റ്റോണുകളൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ചെയ്തിട്ട് തന്നെ കിഡ്നിക്ക് ഇപ്പോൾ നല്ല ഇളക്കം കിട്ടും. മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്ക്, ഷുഗറിൻ്റെ പ്രശ്നമുള്ളവർക്ക്, കൊളസ്ട്രോൾ
പ്രഷർ, ഇതിനൊക്കെ ഈ ആസനം വളരെയധികം ഗുണം ചെയ്യും. നോർമൽ ശ്വാസോച്ഛ്വാസമല്ല, നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടണം. ഞാനിങ്ങനെ നോർമൽ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നുണ്ട്, അത് നോക്കണ്ട. എന്നിട്ട് നിങ്ങൾക്ക് നോർമൽ ശ്വാസോച്ഛ്വാസം ചെയ്യാൻ കഴിയാൻ തുടങ്ങിയാൽ സാവധാനം കാലുകൊണ്ട് തൊഴുക. ഇങ്ങനെ മേപ്പിട്ട് കൊണ്ടുവരിക, അങ്ങനെ തൊഴുക. എന്നിട്ട് നമ്മുടെ കാല് മടക്കുക, എന്നിട്ട് ഓപ്പണിങ്. കണ്ടോ? അത് കഴിഞ്ഞ് ക്ലോസിങ്. ഇതൊക്കെ നമുക്ക് ഒരു ബാലൻസിങ് കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഈ സമയത്തൊക്കെ നമുക്ക് ശ്വാസോച്ഛ്വാസം നോർമലാകും. കുറച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ കഴിയും. സാവധാനം റിലാക്സ്. നോർമൽ. ഇപ്പം നമ്മൾ ഇങ്ങോട്ടല്ലേ മടങ്ങിയത്, അപ്പോൾ അതിനെ നേരെ ഓപ്പോസിറ്റ് മടങ്ങണം. അപ്പോൾ അതിനെ ഇങ്ങോട്ട് പിടിച്ച് നിർത്തണം, അല്ലേ? അതാണ് അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആസനം. നമ്മൾ വിപരീതകരണി ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അർദ്ധചക്രാസനമാണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ സർവാംഗാസനം ചെയ്തു. സർവാംഗാസനത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഇതിനെ ഇത്രയും പോർഷനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മടക്കി ബെൻഡ് ചെയ്ത് സ്ട്രൈറ്റായിട്ട് കൊണ്ടുവന്നത്, അല്ലേ? ഇതിനെ നേരെ ഇങ്ങോട്ട് മടക്കണം നമ്മുടെ ബോഡിയെ. അതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ മത്സ്യാസനം എന്ന് പറയും. നോക്കോളൂ, നമ്മുടെ കാൽ പോർഷനെ, രണ്ട് കാലങ്ങളെയും പാലിനെ പത്മാസനത്തിലേക്ക് കൊണ്ടുവരിക ചെയ്യുന്നത്. കാലിങ്ങനെ എടുത്ത് വെച്ച് പത്മാസനം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അർദ്ധപത്മാസനായാലും മതി, വേണ്ട കാലും അങ്ങോട്ടും ഇങ്ങോട്ടും നിർത്തി വെച്ചാലും മതി. ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇതിൻ്റെ പൂർണ്ണ പൊസിഷൻ കാണും. ഇതിനെ പത്മാസനത്തിൽ എടുത്ത് വെച്ച് കൈയിനെ മേപ്പെട്ട് കൊണ്ടുവരിക. ഇങ്ങനെ ഋഷീശ്വരന്മാർ ഇങ്ങനെയാണ് ഇത്ര കടന്നുറങ്ങുക. അതിനുശേഷം കൈ ഇവിടെ കുത്തിയിട്ട് നമ്മുടെ ശിരസിനെ ശ്വാസം പുറത്തേക്ക് വിട്ട് ശിരസിനെ ബേസാക്കുക. എന്നിട്ട് കൈ കൊണ്ട് കാലിൻ്റെ രണ്ടും പിടിക്കുക. ഇപ്പോൾ വീണ്ടും മത്സ്യത്തിൻ്റെ മുതുകിലെ എല്ല്, ഇത് വാലിൻ്റെ ചിറകുകൾ പോലെ, ഇത് പാർശ്വം ഉണ്ടോ? അതുകൊണ്ട് തന്നെ മത്സ്യാസനം എന്ന് പറഞ്ഞു. സാവധാനം റിലാക്സ്. നിവർന്ന് റിലാക്സ്. ശവാസനം. ഇപ്പം നമ്മൾ ചെയ്തു മത്സ്യാസനം. മത്സ്യാസനം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു, പൂർണ്ണ രൂപത്തിലടക്കം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാണെങ്കിൽ നമ്മൾ കാലിനെ ഒന്നിങ്ങോട്ട് മടക്കി വയ്ക്കുക, മറ്റേ കാലിനെ ഇങ്ങോട്ട് മടക്കി വയ്ക്കുക. ഇങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം സാവധാനം ശിരസ് ഇങ്ങനെ വെച്ചിട്ട് കാലൊന്നും ഇങ്ങനെ പിടിച്ചാൽ മതി. അപ്പോഴും നമുക്ക് ഇവിടെ ആ വലിവ് കിട്ടും. പിന്നോട്ടുള്ള ഇത്ര ചെയ്താലും മതി. നമ്മൾ ഒരു ആസനം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആസനം നമ്മൾ ചെയ്യുന്നത് 1/3 സമയം മതി. ഇപ്പോൾ നമ്മൾ സർവാംഗാസനം നമ്മൾ 1 മിനിറ്റ് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് നമ്മൾ മത്സ്യാസനം ചെയ്യണമെന്നുണ്ടെങ്കിൽ വെറും 20 സെക്കൻഡ് നിന്നാൽ മതി. 1/3 ഭാഗം സമയം ചെയ്താൽ മതി. ഒരു ആസനത്തിൻ്റെ ഓപ്പോസിറ്റ് ആസനം നമ്മൾ ചെയ്യുമ്പോൾ ആസനം ചെയ്തതിൻ്റെ 1/3 ഭാഗം സമയം ചെയ്താൽ മതി. 1 മിനിറ്റ് സമയമാണ് നമ്മളൊരു ആസനം ചെയ്തതെന്നുണ്ടെങ്കിൽ 20 സെക്കൻഡ് ചെയ്താൽ മതി അതിൻ്റെ വിപരീത ആസനം. സാവധാനം വലതുവശത്തേക്ക് ചെരിഞ്ഞ് എണീക്കുകയാണ്. ഇതുവരെ
ഇത്രയും ആസനങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. ഒരസുഖങ്ങളും ഇല്ലാത്ത അവസ്ഥയിൽ നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾ എക്കാലത്തും എത്ര കാലം നിങ്ങൾ ഈ യോഗ പ്രാക്ടീസ് ചെയ്യണോ അത്രയും കാലം നിങ്ങളുടെ ശരീരത്തിനെ നിങ്ങൾക്ക് ഒരു അസുഖമില്ലാതെ നിലനിർത്താം. ഇനി ശ്വാസോച്ഛ്വാസത്തിന് വേണ്ടിയിട്ടുള്ള നമ്മളെ ശ്വസനക്രിയ, അത് നാഡിശുദ്ധീകരണം, ഇങ്ങനെ 2-3 കാര്യങ്ങളും കൂടി നമ്മുടെ ഇത് ഒരു മെഡിറ്റേഷൻ്റെ ഒരു പോർഷനും കൂടിയാണത്. നമ്മൾ ഇത്രയും യോഗാസനങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ലൊരു റിലാക്സ് കിട്ടും. അതോടൊപ്പം തന്നെ നമുക്ക് സുഖമായിട്ടുള്ള ആസനത്തിന് നമുക്കിരിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റാവുന്ന ഇതിലിരിക്കുന്നതിന് ശേഷം നട്ടൽ നിവർന്ന് ശിരസ് ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് ദീർഘമായിട്ട് 2-3 പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുക. അതിനുശേഷം നോക്കോളൂ, നമ്മുടെ വയറ് ഒന്നൊരു പ്രസ് ചെയ്ത് കൊടുക്കുക. ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വയറിനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം പെട്ടെന്നങ്ങനെ നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടാം. കണ്ടോ? വായ കൂട്ടി ശ്വാസം മൂക്കിലൂടെ പെട്ടെന്ന് അങ്ങനെ ഒരു 4-5 പ്രാവശ്യം. നോർമലായിട്ട് ശ്വസിക്കുക. അതിനുശേഷം നമ്മുടെ 3 വിരൽ, നടുവിരൽ, ചൂണ്ടുവിരൽ, തള്ളവിരൽ, ഈ 3 വിരൽ, നടുവിരലും ചൂണ്ടുവിരലും മൂക്കിൻ്റെ 2 ദ്വാരങ്ങളുടെ മുകളിൽ വയ്ക്കണം. ചൂണ്ടുവിരൽ നമ്മൾ ഭ്രൂമധ്യത്തിൽ, നടുവിരൽ, തള്ളവിരൽ മൂക്കിൻ്റെ 2 ദ്വാരങ്ങളുടെ മുകളിൽ, അത് കഴിഞ്ഞ് ചൂണ്ടുവിരൽ നമ്മുടെ ഭ്രൂമധ്യത്തിൽ ഇവിടെ വയ്ക്കണം. നിൽക്കോളൂ, അങ്ങനെ വരയ്ക്കും. തള്ളവിരൽ കൊണ്ട് വലതുവശത്തെ മൂക്കടച്ചതിന് ശേഷം ഇടതുവശത്തെ മൂക്കിലൂടെ സാവധാനം ഉള്ളിൽ നമ്മൾ ജപിച്ച് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം നിങ്ങൾ എങ്ങനെ ശ്വാസോച്ഛ്വാസം ചെയ്യണോ അതേ വേഗതയിൽ തന്നെ നമ്മൾ ചെയ്യാവും. ശ്വാസോച്ഛ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് ഈ വിരലുകൊണ്ട് ഇടത്തെ മൂക്കടച്ച് തുറന്നു കൊടുത്ത് ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ ഓം മനസ്സുകൊണ്ട് ജപിക്കുക, വായ തുറക്കരുത്. ഈ ചൂണ്ടുവിരൽ ഭ്രൂമധ്യത്തിൽ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് നമ്മൾ ശ്വാസം പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ അതേ മൂക്കിൽ കൂടെ തന്നെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയാണ്. എന്നിട്ട് തള്ളവിരലുകൊണ്ട് അടച്ച് ഈ മൂക്കിൽ കൂടെ പുറത്തേക്ക് വിടുക. അപ്പോൾ നമ്മൾ തള്ളവിരലുകൊണ്ട് അടച്ച് ഇതിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് മാന്ന് ജപിച്ചിട്ട് എന്നിട്ട് ഇതടച്ച് വലതുവശത്തെ മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നു അല്ലേ. അതേ മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഈ മൂക്കടച്ച് ഇടതുവശത്തെ മൂക്കിലൂടെ പുറത്തേക്ക് വിടണം. അപ്പോഴൊരു ശ്വസനക്രിയ കംപ്ലീറ്റായി. ഇതിനെ നാഡി ശുദ്ധീകരണം എന്ന് പറയുന്നത്. നമ്മുടെ നാഡിയെ നമ്മൾ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. പ്രാണനെ നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിലൂടെയാണ് നമുക്ക് പ്രാണവായു ഉള്ളിലേക്ക് ചെല്ലണം അല്ലേ. അപ്പോൾ ഇത് വളരെ നിഷ്കർഷയോടുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്യണം. സംശയത്തിനിടവില്ലാത്ത വിധം ഞാൻ ഒന്നുകൂടി ചെയ്യുന്ന കൂടെ പറഞ്ഞു തരാം. നോക്കിക്കോളൂ. തള്ളവിരൽ വലതുവശത്തെ മൂക്ക്, നടുവിരൽ ഇടതുവശത്തെ മൂക്ക്, ചൂണ്ടുവിരൽ ഭ്രൂമധ്യത്തിൽ. തള്ളവിരലുകൊണ്ട് വലതുവശത്തെ മൂക്കടച്ച് ഇടതുവശത്തെ മൂക്കിലൂടെ ഉള്ളിൽ ജപിച്ചിട്ട് ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക. എന്നിട്ട് ഇടതുവശത്തെ മൂക്കടച്ച് വലതുവശത്തെ മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക്.
അതേ മൂക്ക് കൂടെ തന്നെ ശ്വാസം ഉള്ളിലേക്ക്, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മൾ ഓം ജപിക്കണം. ഉള്ളിലേക്ക് എടുക്കുമ്പോൾ മാന്ന് ജപിക്കുക. ഉള്ളിലേക്ക് എടുത്ത് അടച്ച് ഇടതുവശത്തെ മൂക്ക് തുറന്ന് പുറത്തേക്ക്. കണ്ട, ഇത്തിരി ആകുമ്പോൾ ഒരു ശ്വസനക്രിയ പൂർത്തിയാവും, ഒരു നാഡി ശുദ്ധീകരണം പൂർത്തിയാവും. ക്ഷീണമായിക്കോളാം. സാവധാനം കണ്ണടച്ച് 3 പ്രാവശ്യം ചെയ്തതിന് ശേഷം കണ്ണടച്ച് നോർമലായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുക. നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരിക പൂർണ്ണമായും. കുറച്ച് സമയം ചിന്തകളൊന്നുമില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ ബോധത്തിന് നിർത്തുക. പ്രാക്ടീസിലൂടെ സാവധാനം ഈ സമയം അങ്ങനെ കൂട്ടിക്കൊണ്ടുവരണം, ചിന്തകളൊന്നുമില്ലാത്ത അവസ്ഥയിൽ. അപ്പോഴറിയാം നിങ്ങൾക്ക് യഥാർത്ഥ മനസ്സിൻ്റെ ശാന്തി, യഥാർത്ഥ നമ്മുടെ ബോഡിയുടെ റെസ്റ്റ് നിങ്ങൾക്ക് അനുഭവിച്ചറിയാം. ഇത്രയാണ് നിങ്ങൾ ഇത്രയും യോഗാസനങ്ങൾ ചെയ്തതിന് ശേഷം ഈ ശ്വസനക്രിയയും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അസുഖങ്ങളും ഇല്ലാത്തൊരവസ്ഥയിൽ ജീവിക്കാൻ കഴിയും. ഒരു മരുന്നിനെ നിങ്ങൾക്ക് ആശ്രയിക്കാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും. ആയുർവേദമായാലും ശരി, അലോപ്പതി ആയാലും ശരി, ഒരു മരുന്നിനെ നിങ്ങൾക്ക് ആശ്രയിക്കാതെ നമ്മുടെ സ്വന്തം ശരീരം കൊണ്ട് നമ്മുടെ ശരീരത്തിനെ നമ്മൾ ആരോഗ്യവാന്മാരാക്കാണ്, ചികിത്സ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പ്രാണശക്തികൾ ഉയർത്തി ശരീരത്തിൻ്റെ റെസിസ്റ്റിംഗ് പവർ കൂട്ടുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതാണ് യോഗ കൊണ്ട് പ്രദാനം ചെയ്യുന്നത്. ഇത്രയും യോഗയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക.